കൊല്ലം കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നത്തിൽ CPIM നടപടി സംസ്ഥാന സമ്മേളനത്തിന് ശേഷം പ്രശ്നങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള അഡ്ഹോക് കമ്മിറ്റിക്ക് നിർദ്ദേശം. കരുനാഗപ്പള്ളിയിലേത് പ്രാദേശിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് തർക്കമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അവിടെ ഇവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ പാർട്ടി കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്തു പോകുമെന്നുള്ളതിൻ്റെ തെളിവാണ് സമ്മേളനങ്ങളുടെ ഇന്നത്തെ അനുഭവം. മുഴുവൻ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ സമ്മേളനം പൂർത്തിയാക്കുള്ളൂ. ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി ആ സമ്മേളനം ഇല്ലല്ലോ. ലോക്കൽ സമ്മേളനവും ഇല്ല, ഏരിയ സമ്മേളനവും ഇല്ല. കർശന നിർദ്ദേശമാണ്. ഇനി ആ അഡ്ഹോക് കമ്മിറ്റിയാണ് കൃത്യമായിട്ട് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഗൗരവപൂർവ്വം പരിശോധിച്ച് ആവശ്യമായ റിപ്പോർട്ട് നൽകി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിലപാടുകൾ സ്വീകരിക്കുക. ആർ ശ്രീജിത്തും ആർ അരുൺരാജും തത്സമയം വിശദാംശങ്ങളുമായി. ആദ്യം ആർ ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഇപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കാനിരിക്കുന്ന ജില്ലയാണ് കൊല്ലം എന്ന പ്രാധാന്യമുണ്ട്. അവിടെ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ പ്രതിനിധികളില്ലാതെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കേണ്ടി വരുന്നു പാർട്ടിക്ക് എന്നുള്ള വലിയ പ്രതിസന്ധിയുണ്ട്. എങ്ങനെയാണ് പാർട്ടി നേതൃത്വം ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? അനുജ, കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ലോക്കൽ സമ്മേളനങ്ങളുടെ തുടക്കം മുതൽ തന്നെ അവിടെ വിഭാഗീയമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അല്ലാതെയുള്ള ചേരിതിരിവുകളും ഭിന്നതകളും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് 7 ലോക്കൽ സമ്മേളനങ്ങൾ നിർത്തിവെക്കേണ്ടി വന്നത്. അതിൽ തന്നെ 4 പിന്നീട് ഒരു ദിവസത്തെ കൺവെൻഷനാക്കി നടത്തിയെടുത്തു. മൂന്നാമതുള്ള ബാക്കി 3 കൺവെൻഷനുകൾ നടക്കുന്ന കൂട്ടത്തിലാണ് കുലശേഖരപുരത്ത് ഈ ഗുരുതരമായ സംഘടനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് പ്രതിഷേധ പ്രകടനമായി വളർന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കർശനമായ നടപടി CPIM നേതൃത്വം സ്വീകരിച്ചത്. ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരിക്കുന്നു. പകരം അവിടെ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. എന്നാൽ ബദൽ സംവിധാനം എന്ന നിലയിൽ ഇനി അവിടെ മറ്റ് പരിഹാര നടപടികൾ വരുന്നത് സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് അല്പം മുമ്പ് നടത്തിയ പ്രതികരണത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു മാത്രമേ കരുനാഗപ്പള്ളിയിലെ സംഘടനാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ടുള്ള ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകുകയുള്ളൂ. അതിനു മുന്നോടിയായി അഡ്ഹോക് കമ്മിറ്റി അവിടെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകണം. കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന് ആയിരിക്കും പരിഹാര നടപടികൾ നിർദ്ദേശിക്കുക. എന്തായാലും 7 ലോക്കൽ സമ്മേളനങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ കരുനാഗപ്പള്ളി ഏരിയ സമ്മേളനവും ഉണ്ടാകില്ല. അപ്പോൾ കരുനാഗപ്പള്ളി ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ലാതെയായിരിക്കും ഈ കൊല്ലം ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം നടക്കാൻ പോകുന്ന ജില്ലാ സമ്മേളനം കൊല്ലത്താണ്. കാരണം സംസ്ഥാന സമ്മേളനത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ജില്ല എന്ന നിലയിൽ സംഘടനാപരമായ ഒരുക്കങ്ങൾക്കായി നേരത്തെ തന്നെ അവിടെ ജില്ലാ സമ്മേളനം ചേരേണ്ടതുണ്ട്. ആ ജില്ലാ സമ്മേളനത്തിലായിരിക്കും കരുനാഗപ്പള്ളി എന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ സ്ഥലത്ത് നിന്ന് പ്രതിനിധികൾ ഇല്ലാതിരിക്കുന്നത്. എന്തായാലും അതൊരു ശിക്ഷാ നടപടി എന്ന നിലയ്ക്കാണ് കാണുന്നത്. അവിടെ നേതൃത്വം കൊടുത്തിരുന്ന നേതാക്കൾക്കെതിരെയുള്ള നടപടിയും അപ്രഖ്യാപിതമായ നടപടിയും CPIM തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടി, മറ്റ് നേതാക്കളായ PR ബാലചന്ദ്രൻ, B ഗോപൻ അടക്കമുള്ള 5 നേതാക്കൾക്കെതിരെ, രാധാമണി അടക്കമുള്ള 5 നേതാക്കളെ അഡ്ഹോക് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതെന്ന് വിലക്കിയിട്ടുണ്ട്. അവർക്ക് സാധാരണ പാർട്ടി അംഗങ്ങളുടെ അവകാശം മാത്രമേ ഇനി ഉണ്ടായിരിക്കുകയുള്ളൂ. തിരഞ്ഞെടുക്കപ്പെട്ട പദവികളുള്ള അധികാരം അവർക്ക് ഉണ്ടായിരിക്കില്ല. അതാണ് ആർ അരുൺരാജ് കൊല്ലത്ത് നിന്ന് കൂടി ചേരുന്നുണ്ട്. അരുൺരാജ്, ഇന്നിപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയുടെ യോഗം ചേരുകയാണ്. അഡ്ഹോക് കമ്മിറ്റി ചില തുടർ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട്, തീരുമാനങ്ങളിലേക്ക്. എത്രത്തോളം നിർണായകമാകും ഇന്നത്തെ യോഗം? അനുജ, സാങ്കേതികപരമായ ഒരു യോഗമാണ് ഇന്ന് ചേരുന്നത്. കാരണം ഇന്നലെ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട കാര്യം ജില്ലാ സെക്രട്ടറി തന്നെ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അഡ്ഹോക് കമ്മിറ്റി ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ അരുൺരാജിലേക്ക്